നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു വായ്പയിൽ ഒരു കുറവ് ഇപ്പം കഴിഞ്ഞ തവണ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 തവണയായിട്ട് ഏകദേശം 100 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു കുറവായിരുന്നു വരുത്തിയിരുന്നത്. അതൊരു സാധാരണക്കാരൻ്റെ ഒരു വ്യൂവിലേക്ക് എത്തുമ്പോഴേക്കും അവർക്ക് ലഭിക്കുന്ന വായ്പകൾ അത് കൃത്യമായിട്ട് ആ ഒരു ട്രാൻസ്മിഷൻ റേറ്റ് എത്തിയിട്ടുണ്ട്. അതായത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു സാധാരണക്കാരന് ലഭിച്ചിട്ടുണ്ടോ? അത് ലഭിച്ചിട്ടില്ല. അതിന്റെ പൂർണ്ണമായിട്ടും ആ ഒരു ബെനിഫിറ്റ് സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറുടെ സ്റ്റേറ്റ്മെന്റിലും മറ്റു പഠനങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് 100 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റീപ്പോ റേറ്റിന്റെ കുറവ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിലവിലുള്ള ലോണുകളിലേക്ക് അതിന്റെ ട്രാൻസ്മിഷൻ ചെന്നിരിക്കുന്നത് അതിന്റെ 70% മാത്രമേ ഉള്ളൂ. അതായത് 70 ബേസിസ് പോയിന്റ്സിന്റെ ഒരു കുറവ് മാത്രമേ ശരാശരി എത്തിയിട്ടുള്ളൂ. അത് തന്നെ ഓരോ സെക്ടറിലും വേറെ വേറെ ആയിരിക്കും, മറിച്ച് ഓരോ ബാങ്കുകളിലും വേറെ വേറെ ആയിരിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഓവറോൾ ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം വരെയുള്ള 100 ബേസിസ് പോയിന്റ്സിന്റെ ട്രാൻസ്മിഷൻ ശരാശരി നമ്മൾ 70% മേലെ നിൽക്കുമ്പോഴും ഏപ്രിൽ മാസം തന്നിരിക്കുന്ന 50 ബേസിസ് പോയിന്റ്സിന്റെ ട്രാൻസ്മിഷൻ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ 34 ബേസിസ് പോയിന്റും സ്വകാര്യ ബാങ്കുകളിൽ അത് 28 ബേസിസ് പോയിന്റ്സിലും വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ട്രാൻസ്മിഷൻ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ട്രാൻസ്മിഷന് വേണ്ടി 90 ഡേയ്സിന്റെ ഒരു വിൻഡോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ലെൻഡേഴ്സിന്. അതുകൊണ്ട് 90 ഡേയ്സ് വിൻഡോയിലുള്ളിൽ നിന്നുകൊണ്ട് അത് സാധിക്കും എന്ന് നമുക്ക് പറയാം. അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിങ് റേറ്റ് EBLR ആണ് നമ്മുടെ റിപ്പോ റേറ്റ്, അല്ല MCLR റിപ്പോ റേറ്റ് ലിങ്കഡ് ലോണുകളല്ല. ഏകദേശം 60% ലോണുകളിലാണ് റിപ്പോ റേറ്റിന്റെ കുറവ് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള 40% ലോണുകൾ MCLR ആയിട്ടോ മറ്റു രീതിയിലുള്ള ലെൻഡിങ് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും ലെൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ MCLRന്റെ കാര്യത്തിലുള്ള ട്രാൻസ്മിഷൻ നേരത്തെ സൂചിപ്പിച്ച 71% അല്ലെങ്കിൽ 34% 28% അത്രയ്ക്കില്ല. MCLRന്റെ രീതിയിലുള്ള ട്രാൻസ്മിഷൻ വീണ്ടും വളരെ പതുക്കെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള സെക്ടറിലും അതിന്റെ ട്രാൻസ്മിഷൻ കുറച്ചും കൂടെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഓവറോൾ ഇതിന്റെ ബെനിഫിറ്റ് എല്ലാം തന്നെ ഇടപാടുകാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് ഇത്ര മാത്രമേ ഇതിനകം കിട്ടിയിട്ടുള്ളൂ. ഇനി മറ്റൊരു ഡിസ്കഷനും കൂടെ റിലവന്റ് ആയിട്ടുള്ളത്, പുതിയ ലോണുകൾ കൊടുക്കുമ്പോൾ ഈ 100 ബേസിസ് പോയിന്റ്സിന്റെ തന്നെ കുറവ് വന്നിട്ടുണ്ടോ എന്ന് പറയുന്ന ചോദ്യം വളരെ റിലവന്റ് ആണ്. അത് വന്നിട്ടില്ല. പുതിയ ലോണുകൾ കൊടുക്കുന്ന സമയത്ത് ഇതുവരെ ബാങ്കുകൾ കൊടുത്തിരിക്കുന്ന ശരാശരി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ റിപ്പോ റേറ്റിൽ വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിന്റെ ബെനിഫിറ്റ് ഏകദേശം 30 ബേസിസ് പോയിന്റ്സ് മുതൽ 40 ബേസിസ് പോയിന്റ്സ് വരെ ഉള്ളൂ പുതിയ ലോണുകൾ എടുക്കുമ്പോൾ. അപ്പോൾ 100 ബേസിസ് പോയിന്റ്സിന്റെ ബെനിഫിറ്റ് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാതിരിക്കാൻ ബാങ്കുകളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് ലോ കോസ്റ്റ് ഫണ്ടുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു ഫോഴ്സ് കിട്ടാനായിട്ട്, മറ്റു രീതിയിലുള്ള കമേഴ്സ്യൽ പേപ്പറിലേക്കോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഡെപ്പോസിറ്റിലേക്കോ പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെയൊക്കെ കാരണങ്ങൾ ബാങ്കുകൾക്കും ഉണ്ടാവും. പക്ഷേ അതിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള ഇടപാടുകാർക്ക് ഈ 100 ബേസിസ് പോയിന്റ്സിന്റെ ട്രാൻസ്മിഷൻ പൂർണ്ണമായിട്ടും ലഭിച്ചിട്ടില്ല. ലഭിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ബെനിഫിറ്റ് 60% ആളുകൾക്കാണ് പൂർണ്ണമായിട്ടും ലഭിക്കുക. പുതിയ ഇടപാടുകാർക്ക് പുതിയ ലോണുകൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 40 ബേസിസ് പോയിന്റ്സ് ആണ് ശരാശരി ബാങ്കുകൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിന് അതിൻ്റെതായിട്ടുള്ള